ഇവിടുന്ന് ആലപ്പുഴ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കൃപാസനം എന്ന് പറഞ്ഞിട്ടൊരു ആ സ്ഥലമുണ്ട്. അറിയാം അപ്പം അറിയാം. ആദ്യം ജസ്റ്റ് ചെറിയൊരു സ്ഥലമായിരുന്നു. പിന്നീട് അതൊരു വലിയ സ്ഥലമായി. ഇപ്പോൾ അവിടെ നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഹൈവേയുടെ രണ്ട് സൈഡിലും ഭയങ്കര ബ്ലോക്കാണ്. ഇഷ്ടംപോലെ വിശ്വാസികൾ അത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നുമുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കൃപാസനത്തിന്റെ പേപ്പർ വായിച്ചത്. ആ പേപ്പർ താഴെ വിരിച്ച് കിടന്ന് ഞാൻ അതിന്റെ പുറത്തേക്ക് കിടന്ന സമയത്ത് എനിക്ക് എൻ്റെ നടുവേദന മാറി. അങ്ങനെ ഒരുപാട് ആളുകൾ ടെസ്റ്റിമോണിയൽസ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും മെഡിക്കൽ സയൻസും ഈ പറയുന്ന ദൈവത്തിന്റെ ലോജിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? കൃപാസനം എന്ന് പറഞ്ഞൊരു കൾട്ടാണ്. പണ്ട് അമേരിക്കക്കാരിലെ ഒരു ജോൺ ഫ്രം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജോൺ ഫ്രം അതൊരു അമേരിക്കൻ ആർമിയിലുണ്ടായിരുന്ന വേൾഡ് വാർ ടൂവിൻ്റെ ടൈമിൽ ഒരു ഐലൻഡിൽ പോയി. അപ്പോൾ ആ ഐലൻഡിൽ കുറേ ആഫ്രിക്കൻ ആദിവാസികളുണ്ടായിരുന്നു. അപ്പോൾ ആ ആദിവാസികൾ ആഫ്രിക്കൻ ആണെന്ന് തോന്നുന്നു, ആദിവാസികളാണ്. അപ്പോൾ ജോൺ ഫ്രം എന്ന് പറഞ്ഞൊരു കൾട്ടിനെ പറ്റി സെർച്ച് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അവരവിടെ ചെന്നിട്ട് അവിടുത്തെ ആളുകൾ അന്ന് പുള്ളി എന്നിട്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു പോയി. അവിടുത്തെ ആളുകൾ അന്ന് മുതൽ ഈ ജോൺ ഫ്രം തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി വന്ന മറ്റേ എന്താ പറയുന്നത് പുള്ളിയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൻ്റെ പടം വെച്ചിട്ട് അതിൻ്റെ രൂപം മുളകൾ കൊണ്ടുണ്ടാക്കി അതിനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതൊരു കൾട്ടായിട്ട് മാറി. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. അതായത് ആരൊക്കെയോ എന്തൊക്കെയോ കാണിച്ചിട്ട് കോയിൻസിഡൻ്റ് ആയിട്ട് നടന്ന എന്തൊക്കെയോ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നു. അതാണ് മറ്റവർ അറിയാണ്ട് ചെയ്യുന്നു, ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരു കഥ ഞാനിങ്ങനെ കേട്ടത്, കൃപാസനത്തിൽ ഇപ്പോൾ പെട്രോൾ തീർന്നു പോയപ്പോൾ കൃപാസനം പേപ്പർ പെട്രോൾ ടാങ്കിനകത്ത് ഇട്ടിട്ട് വണ്ടി ഓടി. എന്നിട്ട് വണ്ടി കംപ്ലൈൻ്റ് ആയി. എന്നിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പുകാരൻ ചോദിച്ചു, ചേട്ടാ ഇതിനകത്ത് മൊത്തം പേപ്പറാണല്ലോ. അത് മോനെ കൃപാസനം ഇട്ടപ്പോൾ അത്രയും വരെ ഓടി കിട്ടിയത്. കൃപാസനത്തിൻ്റെ പത്രം പേപ്പർ കീറിയിട്ട് പെട്രോൾ ടാങ്കിനകത്ത് ഇട്ട സംഭവം വരെയുണ്ട്. പരീക്ഷ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിക്കാത്ത കുട്ടികളായിരുന്നു. കൃപാസനം അമ്മയുടെ ഇതൊക്കെ ചൊല്ലി ചോദിച്ചപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കുക. അപ്പം പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് കൃപാസനം അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അസുഖം മാറ്റാനോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഞാൻ വേറൊരു കാര്യവും ചെയ്യാതെ ഈ കാര്യം ചെയ്തിട്ടാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ മിറക്കിൾ. അല്ലേ? കോമൺ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വർക്ക് ചെയ്യാത്ത അതിന് മുകളിൽ നിൽക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് മിറക്കിളാണ്. അതായത് എനിക്ക് ഫിസിക്സ് അനുസരിച്ച് എനിക്ക് പറക്കാൻ പറ്റില്ല, എനിക്ക് വിങ്സ് ഇല്ല, എൻ്റെ ഗ്രാവിറ്റി എനിക്ക് ഒപ്പോസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ എനിക്ക് സൂപ്പർമാനെ പോലെ പറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നടന്നാൽ എൻ്റെ ശരീരത്തിൽ അത് സൂപ്പർ പവറാണ്.